നമസ്കാരം. ആദ്യ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നതല്ല, പക്ഷെ നിവൃത്തികേട് കൊണ്ട് അവതരിപ്പിക്കേണ്ടി വരുന്നു. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. രണ്ടായിരത്തി 2026 മനോരമയ്ക്ക് ബോധ്യമുണ്ടാകുന്നത് ട്രിവാൻഡ്രം തുറമുഖത്തിന് ലോട്ടറി അടിച്ചു. ട്രിവാൻഡ്രം തുറമുഖത്തിന് ലോട്ടറി അടിക്കുമെന്ന് ഞങ്ങൾക്ക് 30 കൊല്ലം മുമ്പേ മനസ്സിലായി. അങ്ങനെ ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള ഒരു തുറമുഖത്തിനെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവർ ഞാനിതൊന്നും പറയണ്ട എന്ന് കരുതിയതാണ്. കാരണം അത് അവസാനിപ്പിച്ചത് ഒരു ക്ലോസ്ഡ് ചാപ്റ്റർ ആക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ട് പറയിപ്പിച്ചേ അടങ്ങൂ എന്ന് വന്നാൽ, കാരണം നിരവധി പേരാണ് മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. മെസ്സേജ് കൊടുക്കുന്നു, ഫോൺ വിളിക്കുന്നു, നിവൃത്തിയില്ല. കാരണം അവരുടെ ഒരു സർക്കുലേഷൻ അങ്ങനെയാണ്, മനസ്സിനെ രമിപ്പിക്കലാണല്ലോ. ജനങ്ങളുടെ ഇക്കിളി വികാരങ്ങളെ ഉണർത്തിവിടുകയാണ്. എന്താണ്, 8ഓളം കപ്പൽ കമ്പനികൾ, ആഗോള കപ്പൽ കമ്പനികൾ തുറമുഖത്ത് ക്യൂ നിൽക്കുകയാണ് അവരുടെ കണ്ടെയ്നർ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി വെച്ചിട്ട് പോകാൻ. ഇത്രയും അല്പം നിങ്ങളൊന്ന് പഠിക്കണം. എന്താണ് ഈ കപ്പൽ മേഖല, എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം. നിങ്ങൾ കോടിക്കണക്കിന് ആളുകൾക്ക് ദിവസേന പത്രം എത്തിച്ചു കൊടുക്കുന്നതല്ലേ. നിങ്ങളുടെ പത്രക്കെട്ടുകൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇറക്കി വെച്ചിട്ട് പോകുന്നത് പോലെ അല്ല ആഗോള കണ്ടെയ്നർ വ്യാപാരം. അതെങ്കിലും കുറഞ്ഞ പക്ഷം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇവിടെ ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് നോട്ടം ഫാൽക്കൺ 1 എന്ന് പറയുന്ന ഒരു താരതമ്യേന 2.5 മീറ്റർ ഡ്രാഫ്റ്റാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചെറിയ വെസൽ വന്നപ്പോൾ തന്നെ ഞാൻ അന്വേഷിച്ചു, എന്താണ് ഇങ്ങനെ ഒരു വെസൽ നമ്മുടെ തുറമുഖത്ത് വരാൻ കാരണം. നോട്ടം ഫാൽക്കൺ 1 ചൈനയിലെ ലിയാങ്ഗു ഗാങ് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പോർട്ട്, ഒരു തുറമുഖത്ത് നിന്നാണ് ഇങ്ങോട്ട് പുറപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ ഒരു ചെറിയ നമ്മുടെ ബാർജ് പോലുള്ള ഒരു വെസലാണ്. കുറെ ദൂരം TRV കഴിഞ്ഞ് കുറെ ദൂരം പോയിട്ട് തിരിച്ചു വിളിപ്പിക്കുകയായിരുന്നു. തിരിച്ചു വിളിപ്പിച്ച് നമ്മുടെ പുറംകടലിൽ 2-3 ദിവസം കിടന്നു. അവസാനം 6-ാം തീയതിയാണ്, ഈ കഴിഞ്ഞ 6-ാം തീയതിയാണ് നോട്ടം ഫാൽക്കൺ ബർത്ത് ചെയ്യാൻ പറ്റിയത്. ബർത്ത് ചെയ്തത് തന്നെ അവർക്ക് അത്യാവശ്യമായിട്ടുള്ള ഷാൻഡ്ലിംഗ്, റേഷൻ, വെള്ളം അല്ലെങ്കിൽ ഫ്യൂവൽ, ഇതിനൊക്കെ വേണ്ടിയാണ് ബർത്ത് ചെയ്തത്. യഥാർത്ഥത്തിൽ എന്തിനാണ് പോയ ആ വെസലിനെ തിരിച്ചു വിളിച്ചത്? കപ്പൽ എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ വെസൽ എന്ന് പറയുന്നത്. ഇവിടെ MSC മിലാൻ എന്ന് പറയുന്ന കപ്പൽ ഒരു 10 40 ഫീറ്റ് കണ്ടെയ്നർ ഇറക്കി വെച്ചു, നമ്മുടെ തുറമുഖത്ത് ഇറക്കി വെച്ചു. കാരണം അവർക്ക് ഇത് പോകേണ്ടത് അബുദാബിയിലാണ്. അപ്പൊ അബുദാബിയിൽ ഇത് എത്തിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് MSC തൽക്കാലം നമ്മുടെ തുറമുഖത്ത് ഇറക്കി വെച്ചു. ഈ നോട്ടം ഫാൽക്കൺ പോകുന്നത് ഫുജറയിലോട്ടാണ് അല്ലെങ്കിൽ ഖോർഫക്കാനിലോട്ടാണ്. ഏത് തുറമുഖത്ത് വേണമെങ്കിലും പോകാവുന്ന ഒരു ചെറിയ വെസലാണ്. അപ്പോ ഈ ഇറക്കി വെച്ചിരിക്കുന്ന 10 40 ഫീറ്റ് കണ്ടെയ്നറിനെ, ഇനി ഇത് മനസ്സിലാക്കേണ്ടത്, നോട്ടം ഫാൽക്കൺ റെഗുലറായിട്ട് ചരക്ക് സർവീസ് നടത്തുന്ന വെസലല്ല. ഇത് ചൈനയിൽ നിർമ്മിച്ച് ഗൾഫിലോട്ട്, അബുദാബിയിലോട്ട് കൊണ്ടുപോകുന്ന ഒരു വെസലാണ്. അപ്പൊ വെസൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനി അബുദാബി പോർട്ടുമായിട്ട് ബന്ധമുള്ള കമ്പനി ആയത് കാരണം ഇവിടെ ഇരിക്കുന്ന ഷിപ്പിംഗ് ഏജൻസിന് ഒരു നിർദ്ദേശം വെച്ചു. എന്തായാലും MSC യാത്ര അവസാനിപ്പിച്ചു, എൻഡ് ഓഫ് ദ വോയേജ് അവസാനിപ്പിച്ച് കാർഗോ ഇവിടെ ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ്. അബുദാബിയിൽ എന്തായാലും കൊടുത്തുവിടാൻ പറ്റില്ല. ആ കാർഗോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഡീസലൈനേഷൻ. ഇവിടെ കുടിവെള്ളം വളരെ അത്യാവശ്യമായ വിഷയമാണ്. ഗൾഫിലെ അബുദാബിയിലെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട മെഷീനറി, ഉപ്പുവെള്ളം ശുദ്ധജലമാക്കുന്ന ഡീസലൈനേഷൻ. അപ്പൊ എങ്ങനെയും എത്രയും വേഗം, പ്രത്യേകിച്ച് അത് ഗവൺമെന്റിന്റെ കാർഗോയാണ്, അബുദാബി ഗവൺമെന്റിന്റെ കാർഗോയാണ്. അപ്പൊ എത്രയും വേഗം അത് എത്തിച്ചു കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഒരു 10 40 ഫീറ്റ് അല്ലേ ഈ ചെറിയ വെസലിൽ കയറ്റിവിടാം എന്നുള്ള ഒരു ആലോചന നടക്കി. അതിന്റെ ഭാഗമായിട്ടാണ് നോട്ടം ഫാൽക്കൺ 1നെ തിരിച്ചു വിളിക്കുകയും ചെയ്തത്. അപ്പോഴാണ് ഇതിന്റെ നിരവധി പ്രശ്നങ്ങൾ പലരും ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ ഇൻഷുറൻസ് ആരാണ്? ഈ യാത്രയുടെ ഇൻഷുറൻസ്, ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ ആരാണ് നിർവഹിക്കുക? അപ്പൊ ഇൻഷുറൻസ് കമ്പനി ഇങ്ങനെയുള്ള ഒരു വെസലിൽ ഇത് കയറ്റിവിടാൻ പെർമിഷൻ കൊടുക്കുമോ? MSC അല്ലാതുള്ള ഒരു വെസലിൽ കയറ്റിവിടാമോ? അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുടെ ഒടുവിൽ ജനീവ, MSCയുടെ ആസ്ഥാനമായ ജനീവയിൽ നിന്ന് ഉത്തരവ് വന്നു, കാർഗോ കയറ്റിവിടണ്ട, MSCയുടെ അല്ലാത്തൊരു വെസലിൽ കയറ്റിവിടണ്ട എന്ന് തീരുമാനിച്ചു.
കാരണം അത്ര സങ്കീർണമാണ് ഈ കടലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാർഗോകൾ അത്ര സങ്കീർണമായ വിഷയമാണ്. മനോരമ പറയുന്നത് പോലെ മനസ്സിനെ രമിപ്പിക്കുന്ന ഒരു വിഷയമല്ല. അങ്ങനെ അവസാനം അത് എന്നിട്ട് ഈ നോട്ടം ഫാൽക്കൺ 6-ാം തീയതി ബർത്തിൽ പ്രവേശിച്ചു. അപ്പോഴത്തേക്കും 3-4 ദിവസം വൈകിയിരുന്നു. അത് കഴിഞ്ഞ് അവരെ റേഷൻ എടുത്തുകൊണ്ട് തിരിച്ച് ഫുജറയിലോട്ട് പോയി. പിന്നീട് അലിസി 3 എന്ന് പറയുന്ന വെസലിലാണ് എം എസ് സിയുടെ തന്നെ വെസലില് കാർഗോ കയറ്റി ഫുജറയിലോട്ട് വിട്ടു. ഇത് പറയാൻ കാരണം ഈ കാർഗോ എന്ന് പറയുന്നതിന്റെ ഉത്തരവാദിത്വം ആരാണ് എടുക്കുക? ഇപ്പോ മനോരമ പറയുന്നത് എന്താണ്? 100 കണക്കിന് 1000 കണ്ടെയ്നറുകൾ ഇവിടെ എങ്ങനെ ഇറക്കി വെച്ചിട്ട് ഉൾക്കടലിൽ അലഞ്ഞു നടക്കുന്ന കപ്പലുകൾ. അങ്ങനെ ഒരു കപ്പലും അലഞ്ഞു നടക്കില്ല. ഇതൊക്കെ കപ്പൽ വ്യാപാരത്തെക്കുറിച്ച്, കടൽ മേഖലയെക്കുറിച്ച് ബേസിക് നോളജ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിച്ച ആളുകളെ കബളിപ്പിക്കുന്നത്. ഈ കബളിപ്പിക്കലിന്റെ ഭാരം എനിക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ മറുപടി ഇതിനകത്ത് ഇപ്പൊ വിശദീകരിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് എന്റെ സമയം പോകും. അതുകൊണ്ട് കുറച്ച് പേർക്കെങ്കിലും ഇതൊന്ന് കാര്യം പിടികിട്ടാൻ വേണ്ടിയാണ്. ലോകത്തിൽ പ്രവർത്തിക്കുന്ന 10ഓളം പ്രധാനപ്പെട്ട 10ഓളം കമ്പനികളുണ്ട്, ലീഡിംഗ്. പിന്നെ അല്ലാതുള്ള കമ്പനികളുണ്ട്, ഫീഡർ വെസലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന നിരവധി കമ്പനികളുണ്ട്. ഈ കമ്പനികൾക്കും കപ്പലുകൾക്കെല്ലാം കൃത്യമായ ഒരു ധാരണയുണ്ട്, കൃത്യമായ കോൺട്രാക്ട് ഉണ്ട്. ഏത് റൂട്ടിൽ ഏത് കാർഗോ ഏത് ടെർമിനൽ എത്തിക്കണം എന്നുള്ളതൊക്കെ വർഷങ്ങളുടെ ധാരണയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതാണ്. പെട്ടെന്നൊരു ദിവസം വെളിപാടുണ്ടാകുന്നത് പോലെ അതിലെ പോകുന്ന കപ്പലുകൾക്ക് ഇവിടെ വന്ന് ഇത് ഇറക്കി വെച്ചിട്ട് പോയാൽ ഈ കാർഗോയുടെ മനോരമയുടെ ആഗ്രഹപ്രകാരം കുറെ കാർഗോ ഇവിടെ ഇറക്കി വെച്ചെന്ന് വെച്ചോളൂ. കണ്ടെയ്നർ ഇറക്കി വെച്ചു. ഒരു കണ്ടെയ്നറിന് ചൂട് കാരണം തീ പിടിച്ചു. 35,000-40,000 കണ്ടെയ്നറാണ് അവിടെ ഇരിക്കുന്നത്, എംബസിയുടെ കണ്ടെയ്നർ ഇരിക്കുന്നത്. ഇതിനെല്ലാം കൂടെ തീ പിടിച്ചാൽ ആരാണ് ഉത്തരം പറയുക? അപ്പൊ അത്ര ലളിതമല്ല ഈ വിഷയം. അങ്ങനെ ഇറക്കി വെക്കാൻ രാജ്യത്തെ നിയമം അനുവദിക്കുന്നില്ല, കസ്റ്റംസ് അനുവദിക്കില്ല, ഇമിഗ്രേഷൻ അനുവദിക്കില്ല. ഗേറ്റ് കടക്കുന്നത് മാത്രമല്ല, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട്ട് ഒരു വസ്തു ഇവിടെ ഇറങ്ങണമെങ്കിൽ ഒരുപാട് അനുമതികൾ ആവശ്യമുണ്ട്. അത് മനോരമയ്ക്ക് മനോഭാവനയിലിരുന്ന് എഴുതുന്നത് പോലെ സംഭവിക്കുന്നതല്ല. ഇനി കടലിലൂടെ അനാഥമായ ഒരു കപ്പലും ഒഴുകി നടക്കുന്നില്ല. ഇവർക്കെല്ലാം കൃത്യമായി കരയിൽ ഷിപ്പിംഗ് ഏജൻസ് ഉണ്ട്, കപ്പൽ കമ്പനികളുടെ ഓഫീസുണ്ട്. ഏത് കപ്പലിന് ഏത് തുറമുഖത്ത്, ഇവിടെയുള്ള എല്ലാ കപ്പൽ കമ്പനികൾക്കും ടെർമിനൽ ഓപ്പറേറ്റർമാർ കൂടിയാണ് അവർ. മിക്കവാറും കപ്പൽ കമ്പനികൾ ഏതെങ്കിലും ടെർമിനലുകൾ ഓപ്പറേറ്റ് ചെയ്യാണ്. ഇപ്പൊ നമ്മുടെ പരിസരത്ത് തന്നെ മുണ്ട്രയുണ്ട്, മുണ്ട്രയിൽ തന്നെ പല ടെർമിനലുകളുണ്ട്. അത് കഴിഞ്ഞാൽ JNPT ഉണ്ട്, അവിടെയും പല ടെർമിനലുകളുണ്ട്. അത് കഴിയുമ്പോൾ മംഗലാപുരമുണ്ട്, മംഗലാപുരത്തും പല ടെർമിനലുണ്ട്. കൊച്ചിയുണ്ട്, കൊച്ചിയിൽ DP വേൾഡിന്റെ ടെർമിനലാണ്. അപ്പൊ DP വേൾഡിന്റെ ഒരു കപ്പൽ ഇവിടെ എവിടെയെങ്കിലും, നമ്മുടെ ഈ റൂട്ടിൽ എവിടെയെങ്കിലും അതിനൊരു പ്രശ്നമുണ്ടായാൽ അത് ആദ്യം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് വല്ലാർപാടം തുറമുഖത്തെയാണ്. കാരണം അവരുടെ ടെർമിനലാണ്, എന്ത് സഹായം അവർക്ക് അവിടെ കിട്ടും. MSCക്കാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ MSC നമ്മുടെ തുറമുഖമായിരിക്കും ആദ്യം, അല്ലെങ്കിൽ കൊളംബോ, അവിടെ അവർക്ക് ടെർമിനൽ. അപ്പോൾ നമ്മുടെ ഈ കടലിലോടുന്ന എല്ലാ കപ്പലുകൾക്കും നൂറ്റാണ്ടുകളായി, അല്ലെങ്കിൽ നൂറ്റാണ്ടല്ല ക്ഷമിക്കണം, പതിറ്റാണ്ട്, കാരണം 1950കളിലാണ് കണ്ടെയ്നറൈസേഷൻ തുടങ്ങുന്നത്. പതിറ്റാണ്ടുകളായി ഈ ടെർമിനലുകളുമായി അവരുടെ ടെർമിനലുകളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ തൂത്തുക്കുടിയിലുണ്ട്, സിംഗപ്പൂരിന്റെ ടെർമിനലുണ്ട്, കൊളംബോയിലുണ്ട്, ഹമ്പൻടോട്ടയിലുണ്ട്, മലേഷ്യയിലുണ്ട്, സിംഗപ്പൂരിലുണ്ട്, നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്, ആഫ്രിക്കയിലെ പല പോർട്ടുകളുണ്ട്. അപ്പോ ഏതെങ്കിലും ഒരു കപ്പൽ CMA CGM ആണ്, അല്ലെങ്കിൽ എവർഗ്രീൻ ആണ്, അല്ലെങ്കിൽ കോസ്കോ ആണെന്ന് പറഞ്ഞാൽ അവരുടെ കണ്ടെയ്നർ ഇറക്കി വെക്കേണ്ടത് അവരുടെ ടെർമിനലുകളിലാണ്. കാരണം എന്താണ്? അതിന്റെ ഡോക്യുമെന്റേഷന്റെ ഉത്തരവാദിത്വം, അതിന്റെ ഇൻഷുറൻസിന്റെ ഉത്തരവാദിത്വം, അതിന്റെ സേഫ്റ്റിയുടെ ഉത്തരവാദിത്വം ഇതാരാണ് ഏറ്റെടുക്കുക? കപ്പൽ കമ്പനികളാണ് ഏറ്റെടുക്കേണ്ടത്. എവർഗ്രീന്റെ ഒരു കാർഗോയുടെ ഉത്തരവാദിത്വം MSC ഒരിക്കലും ഏറ്റെടുക്കില്ല. അതുകൊണ്ട് MSC പ്രധാനമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മുടെ തുറമുഖത്ത് എവർഗ്രീന്റെയോ കോസ്കോയുടെയോ CMA CGMന്റെയോ ഈവൻ മേഴ്സ്കിന്റെയോ കണ്ടെയ്നറുകൾ കൊണ്ട് ഇറക്കി വെക്കണമെങ്കിൽ അതൊരു വലിയ ചർച്ചയുടെയും എഗ്രിമെന്റിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അത് നടക്കുകയുള്ളൂ. അപ്പോഴും രാജ്യത്തിന്റെ അനുമതിയില്ലാതെയും നടക്കില്ല. കാരണം എന്താണ്? കടലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കപ്പലും ഓരോ രാജ്യമാണ്. ഫ്ലാഗ് സ്റ്റേറ്റ് എന്ന് പറയും. ഓരോ കപ്പലും ഏതെങ്കിലും ഒരു ഫ്ലാഗ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ ഫ്ലാഗ് സ്റ്റേറ്റിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കപ്പൽ പ്രവർത്തിക്കുന്നത്. കപ്പലിലെ ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നത് ആ ഫ്ലാഗ് സ്റ്റേറ്റ് അനുസരിച്ചാണ്. അപ്പൊ ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് ഒരു പെട്ടെന്ന് 8 കമ്പനികൾക്ക് നമ്മുടെ ഇനി സ്ഥലം ഉണ്ടെന്ന് തന്നെ വെച്ചോളൂ, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എന്റെ വളരെ എളിമയുള്ള, വളരെ വിനയത്തോടെയുള്ള ഒരു പഠനവും ഓർമ്മയും. അതുകൊണ്ട്
മനോരമയുടെ ഭാവന അനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ എഴുതിവിട്ട് ജനങ്ങളെ കബളിപ്പിക്കരുത്. ഇപ്പൊ ഇവിടെ മനോരമയ്ക്ക് ഇത്തരം ചില താല്പര്യങ്ങൾ കച്ചവട താല്പര്യങ്ങളാണ്. ആളുകളുടെ വികാരങ്ങളെ ഇക്കിളിപ്പെടുത്തുന്ന തരത്തിൽ കാര്യങ്ങൾ എഴുതി, കാരണം അത്ര അധികം റെസ്പോൺസ് എനിക്ക് വന്നതുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ദയവേത് നിങ്ങൾ ഇത്തരം ഒരു ലേഖനം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിന്റെ ബേസിക്സ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് എൻ്റെ അറിവില്ലായ്മയാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തെറ്റാണോ എന്നറിയാൻ വേണ്ടി കപ്പൽ മേഖലയിലെ ഒരു പ്രൊഫഷണൽ, പതിറ്റാണ്ടുകളുടെ പരിചയമുള്ള ഒരു പ്രൊഫഷണലിനോട് മനോരമയുടെ റിപ്പോർട്ട് ഞാൻ അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് ഇതിനകത്ത് സത്യമുണ്ടോ എന്ന് ചോദിച്ചു. അത് ഒറ്റ വാക്കാണ് ഉപയോഗിച്ചത്, ഒറ്റ വാക്ക്, നോൺസെൻസ്. മനോരമയ്ക്ക് കിട്ടിയ അവാർഡാണ് നോൺസെൻസ്. ഈ നോൺസെൻസ് എഴുതി ജനങ്ങളെ പറ്റിക്കാൻ, കബളിപ്പിക്കാൻ നിങ്ങളുടെ കച്ചവട താല്പര്യം നിങ്ങൾ ഇപ്പോഴും അനുവദിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് തുറമുഖത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച നിങ്ങളുടെ നയമാറ്റം ഞങ്ങൾക്ക് സ്വാഗതം ചെയ്യാൻ കഴിയില്ല. ദയവ് ചെയ്ത് നിങ്ങൾ തെറ്റ് തിരുത്തി സുല്ലിട്ടുകൊണ്ട് നിങ്ങൾ ചെയ്ത പാപങ്ങളുടെ എല്ലാം പരിഹാരം ഏറ്റെടുത്തേ പറ്റൂ.